ഒരു നേതാവും അൻവറിന് കൂടിയില്ല. അവസാനം DMK-ന്റെ പിന്നാലെ പോയിട്ട് DMK-യും ഇല്ല. ഒരാളും അൻവറിൻ്റെ കൂടെ ഉണ്ടാവില്ല. അൻവറിൻ്റെ കൂടെ കണ്ണൂർ ജില്ലയിൽ ഒരൊറ്റ നേതാവും ഇല്ല, ഒരൊറ്റ അനുയായിയും ഇല്ല. ഞാനല്ലേ പറയുന്നത്, ഞാനല്ലേ ജില്ലേൻ്റെ പാർട്ടീൻ്റെ ആള്. അയ്യോ, അൻവർ തന്നെ സംശയത്തിലാ, പിന്നെ മറ്റുള്ളവർ ചേരണോ? അൻവർ DMK-ന്റെ അടുത്ത് പോയി സംശയത്തിലായി. DMK പറഞ്ഞു അതിനെ കൂട്ടാനേ പറ്റൂല, വിശ്വസിക്കാൻ കൊള്ളൂല. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ജയരാജന്റെ പേരിലേക്ക് വന്നതിന് പിന്നിൽ ഏതെങ്കിലും ആരെങ്കിലും ഉണ്ടെന്ന് സംശയിക്കുന്നു. ഈ വാർത്ത കൊടുത്തവര് അങ്ങനെയല്ല, അത് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും പറയാതെ ഇങ്ങനെ ആരാ പറഞ്ഞതെന്ന് അവര് പറയട്ടെ. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല. പാർട്ടിയിൽ നിന്ന് ആ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തവരല്ലേ പറയണ്ടേ. അങ്ങനെ ഒരു കാര്യമേ അവിടെ ചർച്ചയായിട്ട് വന്നിട്ടില്ല. ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം സംബന്ധിച്ച കാര്യങ്ങളിലെ സത്യമെന്തെന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് പൂർണ്ണമായി മനസ്സിലായതാണ്. കാരണം ഹിന്ദു പത്രം തന്നെ തെറ്റുപറ്റിപ്പോയതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രസകരമായ ഒരു അനുഭവം ഉണ്ടായി. പ്രതിപക്ഷം നിയമസഭാ ചട്ടം 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. ഹിന്ദു അഭിമുഖം മലപ്പുറം ജില്ലയെ അപമാനിക്കും വിധത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്നും പറഞ്ഞിട്ടാണ് റൂൾ 50 അനുസരിച്ചുള്ള നോട്ടീസ്. മുഖ്യമന്ത്രി അപ്പം തന്നെ പറഞ്ഞു അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കാം. അത് പ്രതിപക്ഷം പ്രതീക്ഷിച്ചില്ല, കാരണം മറച്ചു വെക്കാനൊന്നുമില്ല. മുഖ്യമന്ത്രി പറയുന്നത് തന്നെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒന്നായതിനാൽ നമുക്ക് നിയമസഭാ നടപടിക്രമങ്ങൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാം. പ്രതിപക്ഷം എന്താ ചെയ്ത്? ഒളിച്ചോടി, ബഹിഷ്കരിച്ചു. നാണം കെട്ട പ്രതിപക്ഷം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദുവിൽ വന്നത് സംബന്ധിച്ച് സത്യസന്ധമായ കാര്യം, മലപ്പുറത്തെ അപമാനിക്കുന്ന ഒരു പരാമർശവും മുഖ്യമന്ത്രി നടത്തിയിട്ടില്ല എന്നാണ്. അതറിയുന്നവരാണ് ഞങ്ങളൊക്കെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ. പിന്നെ എന്തിനാ മുഖ്യമന്ത്രിയെ ചോദ്യങ്ങളുമായി നേരിടേണ്ട കാര്യം? ഹിന്ദു അഭിമുഖം വിവാദത്തിലായി എന്നും പറഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തൊരു വാർത്ത കൊടുക്കേണ്ട കാര്യം? അപ്പോൾ ആ വാർത്തക്ക് പിന്നിൽ സംസ്ഥാന കമ്മിറ്റിയിലെ ആരുമില്ല, പാർട്ടിയിലെ ആരുമില്ല. ആ ചാനലുകളിൽ റിപ്പോർട്ടറും അവതാരികയും അതിന് നേതൃത്വം കൊടുക്കുന്നവരും നടത്തിയ ഗൂഢാലോചനയുടെ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളുടെ മൈക്കിലുണ്ടല്ലോ, ഞാൻ പുറത്തു പോയി എന്നിട്ട് നിങ്ങൾക്കൊരു കടലാസിൽ ആരോ കൊണ്ടുവന്നിട്ട് എന്തോ തരുന്ന് ആദ്യം എന്നെ വിളിക്കൂലേ? അതല്ലേ മര്യാദ. മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് ആരെയെങ്കിലും എഴുതി കൊടുത്ത് ഏൽപ്പിക്കുന്നയാളാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്. രണ്ട്, അങ്ങനെ വല്ലതും ഹിന്ദുവിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അഭിമുഖം നടത്തിയ ആ പെൺകുട്ടി ഒന്ന് വിളിക്കൂലേ? സാർ, ഇങ്ങനെയൊരു കടലാസ് വന്നിട്ടുണ്ടല്ലോ, അത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ കൊടുത്തിട്ടേ ഇല്ല. അതില്ലാത്തൊരു കഥയുണ്ടാക്കിയതാ, അല്ലാതെ മറ്റൊന്നുമില്ല അതിൽ. ജയരാജൻ ചെയ്തതുപോലെ നിയമ നടപടി ഹിന്ദുവിനെതിരെയും സ്വീകരിക്കേണ്ടതല്ലേ ശരിക്കും? അല്ല, നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരികയാണ്, സ്വീകരിക്കും. പക്ഷേ അവർ ഖേദപ്രകടനം നടത്തി. എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ TVയും 24 ചാനലിനും എതിരെ നിയമ നടപടി വയനാടിൻ്റെ കാര്യത്തിൽ വരാത്തത്? അവർ മാപ്പ് പറഞ്ഞു. ആ അന്തസ്സ് ഈ കാര്യത്തിൽ മനോരമ ന്യൂസും റിപ്പോർട്ടർ TVയും കാണിക്കണമെന്നാണ് അതിൻ്റെ മേധാവികളോട് ഞാൻ പറഞ്ഞത്. അല്ല, ഈ പിണറായിക്കെതിരെ കണ്ണൂരിൽ നിന്ന് തന്നെ ശബ്ദമുയരുന്നു, അങ്ങനെ ഒരു ശ്രമം അതിന്റെ പിന്നിലുണ്ടോ? ആ ശ്രമത്തിന്റെ പിന്നിൽ ശ്രീജിത്താണ്. ആ ശ്രമത്തിന്റെ പിന്നിൽ മനോരമ ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. ഉറപ്പല്ലേ? മാത്രമല്ല, ശ്രീജിത്ത് എൻ്റെ ആത്മമിത്രമാണ്. എൻ്റെ ശ്രീജിത്തെ ഈ ചതി എന്നോട് വേണം. ആർക്കെതിരായിട്ട് ആക്കുക എന്നില്ല. ഞാൻ മരിച്ചു എന്ന് റിപ്പോർട്ടർ TVയിൽ ഒരു വാർത്ത വരുന്നു എന്ന് വിചാരിക്കുക, അത് കള്ള വാർത്തയാണെന്ന് വിചാരിക്കുക, അത് ഗ്രൂപ്പ് ചേരാനാ? ഞാൻ ജീവിച്ചിരിക്കല്ലേ. ഇന്നലെ വൈകുന്നേരം അവരൊരു റിപ്പോർട്ട് കൊടുക്കുന്നു, MV ജയരാജൻ മരിച്ചു. ഞാനിവിടെ ജീവിച്ചിരിക്കല്ലേ എന്ന്. എന്നിട്ട് അതിന് ചോദിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ മുഖ്യമന്ത്രിയും ജയരാജനെയും തെറ്റിക്കാനാണെന്ന് ചോദിച്ചാൽ ശരി. ഒരു നേതാവും അൻവറിന് കൂടിയില്ല. അവസാനം DMK-ന്റെ പിന്നാലെ പോയിട്ട് DMK-യും ഇല്ല. ഒരാളും അൻവറിൻ്റെ കൂടെ ഉണ്ടാവില്ല. അൻവറിൻ്റെ കൂടെ
കണ്ണൂർ ജില്ലയിൽ ഒരൊറ്റ നേതാവും ഇല്ല, ഒരൊറ്റ അനുയായിയും ഇല്ല. ഞാനല്ലേ പറയുന്നത്, ഞാനല്ലേ ജില്ലേൻ്റെ പാർട്ടീൻ്റെ ആള്. അയ്യോ, അൻവർ തന്നെ സംശയത്തിലാ, പിന്നെ മറ്റുള്ളവർ ചേരണോ? അൻവർ DMK അടുത്ത് പോയി സംശയത്തിലായി. DMK പറഞ്ഞു അതിനെ കൂട്ടാനേ പറ്റൂല, വിശ്വസിക്കാൻ കൊള്ളൂല.